ഇച്ചേൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അമ്മ പറയുന്നത് പരിപ്പ് പായസം വെച്ച് തരാമെന്ന്. കേട്ടവിടെ മക്കളെല്ലാം ഹാപ്പിയാണ്. എന്താണെന്നറിയോ, അമ്മ ഉണ്ടാക്കുന്ന പരിപ്പ് പായസത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അമ്മ അതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഇതിന് കുറച്ച് ചെറുപയർ പരിപ്പിട്ട് ചട്ടിക്കകത്തിട്ട് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ എടുത്ത് കുറച്ച് ചെമ്പരിയാണ്. ഈ ചെമ്പരിയും പരിപ്പും കൂടി നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുക്കാം. ഈ സമയം കുറച്ച് തേങ്ങ ചിരകിയെടുത്ത് അരച്ച് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ഒന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണേ. കുറച്ച് ശർക്കര കൂടി തല്ലി പൊട്ടിച്ചിട്ട് അത് ഉരുക്കി അതും കല്ലില്ലാതെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് ഏലക്കയും ജീരകവും കുറച്ച് പഞ്ചസാരയും ചേർത്തൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുന്നത് ഏലക്കയും ജീരകവും നല്ല നൈസായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണേ. നമ്മുടെ അരിയും പരിപ്പും നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അമ്മ ഒരു ഉരുളിയാണ് അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നെയ്യിലേക്ക് തന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. മിച്ചം വന്ന് നെയ്ക്കകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും അരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചോട്ടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ. അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ശർക്കര പാനും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒത്തിരി തിളച്ച് മറിയരുത്, ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ വറുത്ത് വെച്ച നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ പായസം അടുപ്പിൽ നിന്ന് വാങ്ങിയ കേട്ടോ. അമ്മ ഉണ്ടാക്കിയ പരിപ്പ് പായസവും പഴവും പപ്പടവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.